അപ്പൊ എല്ലാരും പാട്ട് പാടൂ. പറഞ്ഞോളൂ. കുടുംബ കൂട്ടായ്മയിലെ ഏറ്റവും പ്രഗത്ഭയായ ഗായികയുടെ അവതരണ ഗാനത്തിലൂടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആ ഗാനത്തിലെ വരികൾ എഴുതിയത് ഈ ഗായികയുടെ അമ്മ തന്നെയാണ്. ആയിരം പൗർണമികൾ ആയിരം പൊൻപൗർണമികൾ ആയുസിൽ വിടരുന്നു ആയിരം പൊന്നാമ്പൽ പൂ ആശിയാനയിൽ വിരിയുന്നു പ്രണവത്തിൻ മർമ്മരങ്ങളിൽ ഉണരും നാമജപങ്ങളായി നേരുന്നു ശങ്കരമ്മാവന്റെ ശതാഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടിക്കാറുള്ളത്. അപ്പൊ അമ്മാവനെ പറ്റി 2 വാക്ക് പറയാൻ പറഞ്ഞു. ഇനി സമ്പൂർണ്ണ ജീവിത കഥ കേൾക്കാം. അപ്പൊ എനിക്കാണെങ്കിൽ 2 വാക്ക് പോലും അറിയില്ല. അത് അമ്മാവന്റെ മുമ്പിൽ ഞാൻ പറയാന്ന് വെച്ചത് മോശമാണ്. എനിക്കിങ്ങനെ അമ്മാവന്റെ ഒപ്പം നിൽക്കാനുള്ള അധികാരം പോലും ഇല്ല. പിന്നെ റിട്ടയർഡായ അമ്മാവന്റെ ഒപ്പം നിൽക്കാന്ന് ഞാൻ വിചാരിച്ചു. ശങ്കരമ്മാവൻ 1948 അല്ല അമ്മാവൻ 42 ഉത്രട്ടാതി നാളില് അക്കിപ്പുറം എന്ന് പറഞ്ഞ ഫാമിലിയിൽ ജനിച്ചു. അവിടെ 4 പേര്, 3 സഹോദരനും 1 സഹോദരിയോടൊപ്പം അവനവന്റെ ആദ്യ ജീവിതകാലങ്ങൾ തുടങ്ങിയ അമ്മാവൻ. അങ്ങനെ വരുമ്പോൾ ചെറുപ്പകാലത്തെ മുഴുവൻ അമ്മാവന് പ്രത്യേകിച്ച് കല, സ്പോർട്സ്, പാട്ട്, അങ്ങനെ ആർട്ടിനോട് ഭയങ്കര കമ്പായിരുന്നു. ഈ ശ്രീമൂലം നഗരത്തിൽ ഈ ചെറിയ ഗ്രാമത്തിൽ വളർന്നതാണെങ്കിലും അമ്മാവന് അംബീഷൻസ് ഹൈ ആയിരുന്നു. അങ്ങനെ അമ്മാവൻ്റെ കഴിവുകൊണ്ട് അന്നേ കാലത്തൊക്കെ ഒരു എയർഫോഴ്സിലേക്ക് കയറി ചെല്ലുക അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ചെയ്ത് പുറമേഖലയിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് വിചാരിക്കണ പോലത്തെ അത്ര ഈസി അല്ലായിരുന്നു. അന്ന് അമ്മാവൻ്റെ കഴിവും ഭഗവാന്റെ അനുഗ്രഹവും അച്ഛനമ്മയുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് അമ്മാവൻ അങ്ങനെ ആദ്യ ജോലി പ്രയത്നത്തിലായിട്ട് അമ്മാവൻ എയർഫോഴ്സിലേക്ക് പോയി. എയർഫോഴ്സിൽ പോണതിന് മുമ്പ് തന്നെ ഇവിടെ കുറച്ച് അസോസിയേഷൻ കലാപരിപാടി, പിന്നെ അന്നത്തെ കമ്മ്യൂണിസ്റ്റായിട്ടൊക്കെ കുറച്ച് ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ശങ്കരൻ ചേട്ടൻ വരച്ച മനോഹരമായ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മാവൻ എയർഫോഴ്സിൽ പോയി. എയർഫോഴ്സിൽ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാവൻ്റെ ജീവിതകാലത്തിലേക്ക് നമ്മളൊന്നൊരു ചെറിയൊരു തിരുനോട്ടം, എൻ്റെ അറിവിലുള്ള തിരുനോട്ടം നോക്കുകയാണ്. അമ്മാവന് കൊടുത്ത റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അമ്മാവൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് അമ്മാവന് ചെയ്യാൻ പറ്റി. അതിലൊരു കുറവും ഒന്നിനും ഒരു പിന്നോക്കം ഇല്ലാതെ വെരി സിൻസിയർ, ഡെഡിക്കേറ്റഡ് ആൻഡ് ഡിസിപ്ലിൻ ലൈഫാണ് അമ്മാവൻ നടത്തുന്നത്. എയർഫോഴ്സിലായാലും അമ്മാവൻ അതേ രീതിയിൽ ഒരു എയർമെൻ്റെ ലെവലിൽ കയറിയിട്ട് ഒരു സ്ക്വാഡൻ ലീഡറായിട്ടാണ് അമ്മാവൻ സർവീസിൽ റിട്ടയർ ചെയ്യുന്നത്. ഇന്ത്യയിലെ പല ഭാഗത്തും പോയി പല സേവനങ്ങളും അതിഗംഭീരമായിട്ട് ചെയ്തു. അതിന് അമ്മാവൻ്റെ ഒപ്പം നിന്ന നെടുന്തൂണായിട്ട് നിന്ന് നമ്മുടെ രാധച്ചിറ്റ, അമ്മാവൻ്റെ പ്രിയപ്പെട്ട മോളി എന്ന് വിളിക്കുന്ന രാധച്ചിറ്റ, അമ്മാവന്റെ എല്ലാം ആയ മോളിച്ചിട്ട. അപ്പൊ അമ്മാവനും ചിറ്റയും ബോബനും മോളിയായിട്ടാണ് ജീവിച്ചിരുന്നത്. അമ്മാവന്റെ ജീവിതത്തിലെ മറ്റേ എന്താണ് പറയുക, കാരിയർ വൈസ് നോക്കുകയാണെങ്കിൽ അമ്മാവൻ സക്സസ്ഫുൾ ആയിരുന്നു.
അതിലും കൂടുതൽ സക്സസ്ഫുൾ അമ്മാവൻ ഫാമിലി ലൈഫിലായിരുന്നു. അമ്മാവൻ്റെ വീടും കുട്ടികളെ ഇപ്പോൾ അമ്മാവൻ നിൽക്കുമ്പോൾ അമ്മാവൻ്റെ ഫാമിലിയിൽ അമ്മാവൻ 3rd ജനറേഷനിലേക്ക് ചെന്നു. മക്കളുടെ മക്കളിലേക്ക് വരെ അമ്മാവനെ അവരെ കൈ പിടിച്ച് നടത്താനുള്ളതും അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം പോകാൻ കൊടുക്കുന്നത്. ഈ 84 വയസ്സ് പിറന്നാളെന്ന് പറഞ്ഞാൽ ചെറിയതല്ല, വലിയൊരു ദൂരമാണ് അമ്മാവൻ കടന്നു വന്നത്. 1000 പൂർണ്ണചന്ദ്രനെ കണ്ട ഒരു വ്യക്തിയുടെ മുമ്പിൽ നമുക്ക് തല ഉനിച്ച് നിൽക്കാം. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ശരിക്കും അതൊരു മഹത്തമായൊരു ജീവിതം അമ്മാവൻ നടത്തി അമ്മാവന് ജീവിക്കാൻ കിട്ടിയ ഭഗവാന്റെ അനുഗ്രഹമാണ്. എന്നാലും 84 വയസ്സായാലും ഉള്ളിൽ പണ്ടത്തെ കുറുമ്പും തിടുക്കും ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അപ്പം അമ്മാവൻ ഇന്ന് നമ്മുടെ മുമ്പിൽ നമുക്ക് ഉദാഹരണമായിട്ടും നമുക്ക് പ്രചോദനമായിട്ടും അമ്മാവൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് പഠിക്കാനും നമുക്ക് യങ്സ്റ്റേഴ്സിന് ഫോളോ ചെയ്യാൻ ഇഷ്ടം പോലെയുണ്ട്. എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ ഞാൻ പട്ടാളത്തിൽ കയറുമ്പോൾ അമ്മാവൻ എൻ്റെ യൂണിറ്റിൽ അഡ്ജസ്റ്റൻ്റായിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പട്ടാളത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അമ്മാവൻ്റെ കഴിവുകൊണ്ടാണ്. ഞാൻ അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നിർത്തിപ്പോയെന്ന്, അല്ലെങ്കിൽ അമ്മാവൻ നിർത്തിയിട്ട് പോയത്. പക്ഷെ അമ്മാവന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് ഞാൻ എങ്ങനെയോ കടിച്ചു തൂങ്ങി. പക്ഷെ അമ്മാവന്റെ ദുർഭാഗ്യവശാല അമ്മാവൻ പോയ അതേ യൂണിറ്റിലേക്ക് ഞാൻ പോയി. അമ്മാവന്റെ അതേ ട്രേഡ് തന്നെ എനിക്കായിരുന്നു. അമ്മാവൻ വിചാരിച്ചു ഇവൻ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി തന്നിട്ടേ പോയി. പക്ഷെ അമ്മാവൻ നല്ലൊരു എയർഫോഴ്സിൽ അമ്മാവൻ ഇന്നും അമ്മാവൻ്റെ പേരുണ്ടായിരുന്നു. അമ്മാവൻ ആർട്ടിസ്റ്റിക്കായിട്ട് അമ്മാവൻ വരച്ച പല ചിത്രങ്ങളും ഇന്നും എയർഫോഴ്സ് ഒരേ അസോസിയേഷനിലുണ്ട്. അപ്പോൾ അത്ര മഹത്തമായ ഒരു വ്യക്തിയുടെ ഒപ്പം എനിക്ക് നിന്ന് അമ്മാവനെ പറ്റി 2 വാക്ക് പറയാൻ പറ്റിയത് ഭഗവാന്റെ അനുഗ്രഹം. അമ്മാവൻ അതിലേറെ ഉപരി റിട്ടയറായി വന്നിട്ട് 16 കൊല്ലം ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് രാമായണവും ഭഗവത്ഗീതയും ഒക്കെ ഈ അമ്പലത്തിൽ പോയി കാലത്ത് എണീറ്റ് അമ്മാവൻ്റെ ആ നാമഞ്ചെല്ലൽ കേട്ട് ഈ നാട്ടുകാർ നടന്നിട്ടുണ്ട്. അങ്ങനെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് 16 കൊല്ലമൊക്കെ ഒരു അമ്പലത്തിൽ വായിക്കാൻ പറ്റുകയെന്ന് വെച്ചൊരു വലിയൊരു ഭാഗ്യമാണ്. അപ്പം അമ്മാവന് ഇനിയും നവതി വരെ അമ്മാവൻ ഇതേ ആരോഗ്യത്തോടും സന്തോഷത്തോടുകൂടി മോളിക്കുട്ടിയുടെ ഒപ്പം ജീവിക്കാനും ഭഗവാൻ അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മലയാളം മനസ്സിലാവാത്ത ആൾക്കാർക്ക് സബ് ടൈറ്റിൽസ് ഇവർ ഇട്ട് തരും. മൂത്ത മരുമകൾ ആശംസകൾ നേരുന്നു. മലയാളം അല്പം പ്രശ്നമുള്ളതുകൊണ്ട് ഇംഗ്ലീഷിലായിരിക്കും. Now I'm talking English. Thank you. I want to say very very happy birthday to my dear father-in-law and many more. Hope I get to celebrate 86th kalum paraya. 90 Next is 90. Okay. 90 and I hope 100 also we get to celebrate. And you will live a very happy life with your dear Bolia. And then thank you for being a wonderful father-in-law and mother-in-law. And thank you for bearing me. That's all. Thank you very much. And thank you for all of you to come here. എല്ലാവർക്കും ഇനി മൂത്ത മകൻ, അതും മലയാളം അല്പം തപ്പലുണ്ട്. आने के लिए for coming here. Thank you very much. We love you all. This is to celebrate my father's 84th birthday. Satabhishekam. And we have lived 84, almost 50 years with him, and he has been a very wonderful father. Lucky to have him as a father.
this life and the next life. Thank you all for coming. Enjoy the evening. അച്ഛന് ജന്മദിന ആശംസകൾ. മലയാളം നല്ലപോലെ അറിയാവുന്ന രണ്ടാമത്തെ മരുമകൾ ആശംസ നേരുന്നു. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യാതൊരു സ്ട്രിക്റ്റും യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ വന്നിട്ട് എല്ലാ ഡിസിപ്ലിനും ഉള്ള ഒരു സ്ഥലത്ത് 8 മണിക്ക് പോകണം പറഞ്ഞ അച്ഛൻ 5 മണിക്ക് റെഡി ആയിരിക്കും. ഞങ്ങൾ 10:30 റെഡി ആയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള എല്ലാ ഇതിലും ഞങ്ങളെല്ലാ ഒരു കാര്യത്തിലും യൂണിറ്റി ഇല്ലാത്ത എല്ലാവരും കൂടി യൂണിഫൈ ആയിട്ട് പോകണു എന്നുള്ളതാണ് ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു വലിയ ഒരു സക്സസ്. പിന്നെ ഞങ്ങൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകണതിൻ്റെ ഒരു മെയിൻ കാരണം അച്ഛനും അമ്മയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മറ്റേ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്തിലായാലും ഒരു ഉപദേശം കൊടുക്കാൻ പറ്റിയ ഗ്രാൻഡ് പാരൻസിന് കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി അച്ഛനും അമ്മയും നീണ്ട നാൾ വാഴട്ടെ. ശങ്കരമാനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ഒരു ഡിസിപ്ലിനാണ്. ശങ്കരൻ ചേട്ടന്റെ ഒരേ ഒരു സഹോദരിയുടെ ഒരേ ഒരു മകളുടെ ഭർത്താവ് ആശംസ നേരുന്നു. കൃത്യനിഷ്ഠ, ആ കൃത്യനിഷ്ഠയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശങ്കരമാൻ. ഈ നേരത്തെ ലിസ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ആ സമയം ക്രമം, പിന്നെ കഠിനാധ്വാനം, ഹാർഡ് വർക്ക്, അതാണ് അമ്മാവൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ 84-ാം വയസ്സ് വരെ അമ്മാവനെ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടു നടന്നതും അതുപോലെ നല്ല കുട്ടികൾ, നല്ല ജീവിതം, എല്ലാം അമ്മാവനെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ദൈവത്തിൻ്റെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. നമസ്കാരം. ചാത്തേലി തറവാടിൻ്റെ ഇപ്പോഴത്തെ കാരണവസ്ഥാനത്തിരിക്കുന്നയാൾ ശങ്കരൻ ചേട്ടന് പൊന്നാടയണിയിക്കുന്നു.
ഇതാണ് അമ്മാളു. ഈ തറവാട്ടിലെ തലമുതിർന്ന ഇപ്പോഴുള്ളവരുടെ പോലും ചെറുപ്പകാലം മുതൽ ഈ തറവാടിൻ്റെ ഭാഗമായിരുന്നവരാണ് അമ്മാളുവും സഹോദരി പത്മാവതിയും. ഇതാണ് പത്മാവതി, നേരത്തെ പറഞ്ഞ അമ്മാളുവിൻ്റെ സഹോദരി. ഇവരെല്ലാം ഈ കുടുംബത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവരാണ്. വെരി സോറി. ഇതിനിടയിൽ ആദ്യം കട്ട് ചെയ്ത പിറന്നാൾ കേക്കിൻ്റെ കാര്യം പെട്ടെന്ന് ആരോ ഓർമ്മിച്ചെടുക്കുകയും ആ കേക്കുകൾ വീണ്ടും മുറിച്ച് വിതരണം ചെയ്യാനുള്ള തിരക്കിലേക്ക് ഉടനെ എല്ലാവരും പ്രവേശിക്കുന്നതാണ് ഇനി കാണുന്നത്.
കേക്കുകൾ തലങ്ങും വിലങ്ങും പായുന്നത് ചിലരിങ്ങനെ നോക്കിക്കൊണ്ടു നിൽക്കുന്നതും കാണാം. അവരുടെ കൈകളിലേക്കും താമസിയാതെ ഒരു കേക്ക് കഷ്ണം എത്തും എന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ചിലർക്ക് ഈ കേക്കിലൊന്നും ഒരു താല്പര്യവുമില്ല. ഈ ഒരു രംഗത്തോടുകൂടി കേക്കുതീറ്റി അവസാനിക്കുകയാണ്. അവതരണ കവിത ഒന്നുകൂടെ കേൾക്കാം. ആയിരം പൗർണമികൾ ആയിരം പൊൻപൂക്കൾ ആയുസ്സിൽ വിടരുന്നു ആയിരം പൊന്നാമ്പൽ പൂ ആഷിയാനയിൽ വിരിയുന്നു പ്രണവത്തിൻ മർമ്മരങ്ങളിൽ ഉണരും നാമജപങ്ങളാൽ നേരുന്നു ആയുരാരോഗ്യ സൗഖ്യം എന്നും ആയുരാരോഗ്യ സൗഖ്യം. ആയിരം പൗർണമികൾ ആയിരം പൊൻ പൗർണമികൾ ആയുസ്സിൽ വിടരുന്നു ആയിരം പൊന്നാമ്പൽ പൂ. ശങ്കരൻ ചേട്ടനിലെ ചിത്രകാരൻ്റെ പ്രാഗൽഭ്യത്തെ അടുത്തറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇനി. ഇതാ ഈ കൈകളിൽ നിന്ന് വരകൾ ഉരുത്തിരിയുന്നത് നമുക്ക് സശ്രദ്ധം കാണാം. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയും ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയും അവർ കാണാത്ത ചാത്തേലി തറവാടിൻ്റെ സമ്പൂർണ്ണ ചിത്രം വരകളിൽ തെളിച്ചിടുകയാണ് ശങ്കരൻ ചേട്ടനിലെ ചിത്രകാരൻ. തറവാടിൻ്റെ പടിപ്പുര എന്ന ഭാഗമാണ് ഈ കാണുന്നത്. നാലുകെട്ടിൻ്റെ ഭാഗമാണ് ഇത്. ഇതാണ് ഉരപ്പുര എന്ന് പറയുന്ന ഭാഗം. അടുക്കളയും മറ്റും ഈ ഭാഗത്താണ്. പുരാതന സംസ്കാരത്തിലെ ഗൃഹനിർമ്മാണം എങ്ങനെയെന്ന് പഠിക്കാൻ പുതിയ തലമുറയ്ക്ക് ഒരവസരം കൂടിയാണ് ഈ വരകൾ. വീടിൻ്റെ മാത്രമല്ല, വെള്ളാരപ്പള്ളി എന്ന ഗ്രാമത്തിൻ്റെ, ഇന്നത്തെ തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രധാന ജംഗ്ഷൻ്റെ ചുറ്റുപാടും ഒരു കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് തൻ്റെ വരകളിലൂടെ ഓർമ്മിച്ചെടുക്കുകയാണ് ശങ്കരൻ ചേട്ടൻ. ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള പ്രധാന ജംഗ്ഷൻ മുൻപ് ഈ രൂപത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ ഇതായിരുന്നു ആ ജംഗ്ഷൻ്റെ ആദ്യ രൂപം. 4 ദിക്കിൽ നിന്നും മണ്ണിട്ട വഴികൾ ഒന്നിച്ചു ചേരുന്നത് കാണാം. പ്രധാന ജംഗ്ഷൻ്റെ തെക്കോട്ടു കിടക്കുന്ന വഴിയിലാണ് ഈ നാടിൻ്റെ വായനശാല. വായനശാലയെ കേന്ദ്രീകരിച്ചാണ് അന്നത്തെ യുവതലമുറ കഥകളും നോവലുകളും മാത്രമല്ല പത്രപാരായണവും പരിപോഷിപ്പിച്ചത്. വായനശാല വാർഷികത്തിന് നാടകം അവതരിപ്പിക്കുന്ന പതിവും ഉണ്ടായിരുന്നു. ഈ നാടകങ്ങൾക്ക് ബാക്ക് കർട്ടൻ വരച്ചിരുന്നതും ശങ്കരൻ ചേട്ടൻ തന്നെയാണ്. ദൂരെ ഒരു മാളിക കാണാം. ഈ മാളികയിലാണ് ഈ നാടിൻ്റെ അന്നത്തെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ഈ വഴി നേരെ ചെല്ലുന്നത് മാറമ്പള്ളി കടത്തുകടവിലേക്കാണ്. ഈ കടത്തുകടവാണ് ഈ നാടിനെ പുറം ലോകവുമായി അക്കാലത്ത് ബന്ധിപ്പിച്ചിരുന്നത്. വായനശാലയിൽ നിന്ന് തെക്കോട്ട്
ഉള്ള ആ വഴിയെ നടന്നാൽ മാളികയുടെ മുന്നിലായിട്ടായിരുന്നു അന്നത്തെ ഈ വിദ്യാലയം. ഈ നാടിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഈ വിദ്യാലയത്തിൽ നിന്നാണ് ഇവിടെയുള്ളവർ നേടിയിരുന്നത്. അത്രമേൽ പ്രാധാന്യം ഈ വിദ്യാലയത്തിനുണ്ട്.